നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വാട്ട് എ ഗോൾ ഔട്ട്റേജസ് ചെസ് കൺട്രോൾ, ലെഫ്റ്റ് ഫുട്ട് ഡ്രിബിൾ ആൻഡ് റൈറ്റ് ഫുട്ട് ഫിനിഷ്. തീപ്പൊരി ഗോളാണ് മെസ്സിയുടേത്. ബുസ്കറ്റ്സിൽ നിന്ന് വന്ന പന്തും കിടലനായിരുന്നു. അത് മനോഹരമായിട്ട് ചെസ്റ്റിൽ കൺട്രോൾ ചെയ്തെടുത്ത് ഇടങ്കാല് കൊണ്ട് ഡ്രിബിൾ ചെയ്ത് മാറി വലങ്കാല് കൊണ്ട് വലയിലേക്ക് അടിച്ചു കയറ്റി സാക്ഷാൽ ലിയോ മെസ്സി അവതരിച്ച നിമിഷം 2025 അദ്ദേഹത്തിന്റെ ആദ്യ ഒഫീഷ്യൽ ഗോളാണ്. ഇതുവരെ നടന്നതൊക്കെ ഫ്രണ്ട്ലി മത്സരങ്ങളാണ്. ഇന്നാണ് ഇന്റർ മയാമി ഈ വർഷത്തെ ആദ്യത്തെ ഒഫീഷ്യൽ മത്സരം കളിക്കുന്നത്. അതും കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പ്, ആ മേഖലയിലെ ചാമ്പ്യൻസ് ലീഗിന് തുല്യമായ ടൂർണമെന്റ്. അതിൽ ആദ്യ മത്സരം വിജയിച്ചുകൊണ്ട് ഇതാ തുടങ്ങിയിരിക്കുന്നു ഇന്റർ മയാമി. എങ്ങനെ ലിയോ മെസ്സിയുടെ സൂപ്പർ ഗോളിൽ അവർ വിജയിച്ച് കയറിയിരിക്കുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിന് സ്പോർട്ടിംഗ് കാൻസാസ് സിറ്റിയെ അവർ പരാജയപ്പെടുത്തി. മത്സരത്തിൽ ഇന്റർ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലൂയിസ് സുവാരസും ലിയോ മെസ്സിയും അലൻഡയും ഒക്കെ ഒരുമിച്ചാണ് കളിക്കാൻ ഇറങ്ങിയത്. മത്സരത്തിന്റെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. മയാമി തീർച്ചയായിട്ടും അവരുടെ വിങ് ബാക്കുമാർ മുന്നോട്ട് കയറി വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൃത്യമായിട്ട് കണ്ടിരുന്നു. ആൽബ ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല, സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ആദ്യ 10-45 മിനിറ്റ് അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവസരങ്ങൾ ഉണ്ടാക്കിയിരുന്നു. മെസ്സിയുടെ കിടലിൻ പാസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. കളിയുടെ 56-ാമത്തെ മിനിറ്റിലാണ് ലിയോ മെസ്സിയുടെ ആ ഒരു മാജിക്കൽ മൊമെന്റ് വരുന്നത്. അതിൽ ഇന്റർ മയാമി ലീഡ് എടുക്കുന്നു. ആ ഗോളിന് തന്നെ ഒടുവിൽ അവർ വിജയിച്ച് കയറിയിരിക്കുന്നു. അങ്ങനെ 2025 ലിയോ മെസ്സി തന്റെ ആദ്യ ഒഫീഷ്യൽ ഗോൾ ഇവിടെ കുറിച്ചിരിക്കുകയാണ്. മയാമിയുടെ അടുത്ത മത്സരത്തിനായിട്ട് ആരാധകർ കാത്തിരിക്കുന്നു. അടുത്ത മത്സരം വരുന്നത് ഫെബ്രുവരി 23 ന്യൂയോർക്ക് സിറ്റിക്കെതിരെ MLS മത്സരമാണ്. പിന്നീട് ഈ കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ ഫസ്റ്റ് റൗണ്ടിന്റെ 2ാം പാദ മത്സരം ഫെബ്രുവരി 26 നടക്കും. ഏതായാലും മെസ്സി ഇതാ 2025 കിടിലൻ ഗോളോടുകൂടി തുടങ്ങിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ്.